ബ്രസീലിലെ സാവോ പോളോ തീരത്ത് 33 കിലോമീറ്റർ അകലെയുള്ള ഒരു പാറക്കെട്ട് ഒറ്റനോട്ടത്തിൽ പച്ചപ്പ് നിറഞ്ഞ ഉഷ്ണമേഖലാ പറുദീസ. എന്നാൽ ആ സൗന്ദര്യത്തിന് പിന്നിൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ കാലുകുത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ തന്നെ അവസാനത്തെ ചുവടുവയ്പായിരിക്കും. ഇതാണ് സ്വർണ്ണ നിറമുള്ള പാമ്പുകളുടെ സാമ്രാജ്യം, സ്നേക്ക് ഐലാൻഡ്. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. ഈ ദ്വീപിന്റെ യഥാർത്ഥ ഭരണാധികാരി ഗോൾഡൻ ലാൻസ് ഹെഡ് പീറ്റ് വൈപ്പർ ആണ്. അതായത് സ്വർണ്ണ നിറമുള്ള ഈ പാമ്പ്. ലോകത്ത് തന്നെ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത അതീവ വിഷമുള്ള പാമ്പ്. 43 ഹെക്ടർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ ഏകദേശം 2000 മുതൽ 4000 വരെ പാമ്പുകൾ വസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. കണക്കുകൾ പ്രകാരം ഓരോ ചതുരശ്ര മീറ്ററിലും കുറഞ്ഞത് ഒരു പാമ്പ് എന്ന തോതിലാണ്. ഈ പാമ്പുകളുടെ വിഷം മറ്റുള്ള പാമ്പുകളെക്കാൾ ഏറെ മാരകമായ ഒന്നു തന്നെയാണ്. എന്നുവെച്ചാൽ മറ്റു പാമ്പുകളെക്കാൾ 5 ഇരട്ടി വിഷം. കടിയേറ്റാൽ ആന്തരിക രക്തസ്രാവം, വൃക്ക തകരാർ, ടിഷ്യൂ മരണം എന്നിവ ഉടനടി ഉണ്ടാകും. ചികിത്സയില്ലെങ്കിൽ മരണം ഉറപ്പാണ്. 11,000 വർഷം മുൻപ് ദ്വീപ് പ്രധാന പ്രദേശത്തു നിന്നും ഒറ്റപ്പെട്ടു. ഇതോടെ പാമ്പുകൾക്ക് ഇരകളായിരുന്ന എലികൾ ഇല്ലാതാവാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് ദേശാടന കിളികളെ പാമ്പുകൾ ഇരകളായി വേട്ടയാടാൻ തുടങ്ങി. എന്നാൽ പക്ഷികൾ വേഗത്തിൽ പറന്നു പോകുന്നത് കൊണ്ട് തന്നെ അവയെ കൊല്ലാൻ വേണ്ടി പാമ്പുകൾ കഴിയുന്നത്ര വേഗത്തിൽ വിഷം വികസിപ്പിക്കാൻ തുടങ്ങി. പ്രകൃതിയുടെ ക്രൂരമായ തെരഞ്ഞെടുപ്പിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇന്ന് ആ ദ്വീപിൽ ഒരു മനുഷ്യനും താമസിക്കുന്നില്ല. കാരണം ബ്രസീൽ സർക്കാർ അനുമതിയില്ലാതെ ഈ ദ്വീപിൽ പ്രവേശിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായും 2 കാരണമാണുള്ളത്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുകയും ഒപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ഈ പാമ്പുകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത്. എല്ലാ വർഷവും 1-2 തവണ മാത്രമാണ് ബ്രസീലിയൻ നാവികസേന ഈ ദ്വീപിലെത്തുന്നത്. പ്രധാനമായും ലൈറ്റ് ഹൗസിനെ പരിപാലിക്കാനും ദ്വീപിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുമാണ്. കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചാണ് അവർ ദ്വീപിലെത്തുന്നത്. ഈ ദ്വീപിൽ ഭീതി കൂട്ടുന്ന തരത്തിലുള്ള ഒരു നാടോടി കഥയും പ്രചാരണത്തിലുണ്ട്. എന്താണെന്നാൽ ദ്വീപിലെ അവസാനത്തെ ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരന്റെയും കുടുംബത്തിന്റെയും കഥ. ഈ കഥ അനുസരിച്ച് ഒരു ദിവസം പാമ്പുകൾ ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരന്റെ വീട്ടിലേക്ക് ജനലുകളിലൂടെയും വാതിലുകളിലൂടെയും നുഴഞ്ഞുകയറി. ആ കുടുംബത്തിനെ ദാരുണമായ മരണം വരുത്തിവെച്ചു. ഇതോടെ ഭീതി നിറയ്ക്കുന്ന ഒരിടമായി മാറി സ്നേക്ക് ഐലാൻഡ്. എന്നാൽ സ്നേക്ക് ഐലാൻഡിൽ ശാസ്ത്രജ്ഞർക്ക് മാത്രമാണ് ഇന്നും പ്രവേശിക്കാനുള്ള അനുവാദമുള്ളത്. കട്ടിയുള്ള സംരക്ഷണ വസ്ത്രങ്ങളും കർശനമായ മുൻകരുതലുകളും എല്ലാം എടുത്തു വേണം ഗവേഷകർ ദ്വീപിൽ അവരുടെ ഗവേഷണം നടത്തുന്നതിന്. ഈ പാമ്പുകളുടെ വിഷത്തിന് ആവശ്യക്കാർ ഏറെയാണ്. എന്തെന്നാൽ ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെ ചില ഔഷധങ്ങളിലേക്കും ഇതിന്റെ രാസഘടകം ഉപയോഗിച്ചു വരുന്നു. ഏകദേശം 1000 കണക്കിന് ഡോളറാണ് ഇതിന്റെ വില. അതുകൊണ്ട് തന്നെ കള്ളക്കടത്തുകാർ ജീവൻ പണയപ്പെടുത്തിയും ഇവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ മനുഷ്യർക്ക് ഇവിടെ അതിജീവിക്കാൻ കഴിയില്ല. ഈ ദ്വീപ് പാമ്പുകളുടേതാണ്. മാരകമായ അണലികൾ, വിലക്കപ്പെട്ട പ്രവേശനം എന്നിങ്ങനെയെല്ലാം ഭയപ്പെടുത്തുന്ന ഇതിഹാസങ്ങളാണ്. പ്രകൃതിക്കും മനുഷ്യർക്കുമിടയിൽ പ്രകൃതി വരച്ച ഒരു അതിർവരമ്പ്. പ്രകൃതിയിലെ അപൂർവ സ്ഥലങ്ങളിലൊന്ന്. അതാണ് സ്നേക്ക് ഐലാൻഡ്.